സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു വൊക്കാബുലറിയിൽ ഉള്ളൊരു ചോദ്യവും വൊക്കാബുലറിയുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമാണ്. ഇപ്പോൾ ചോദ്യം നോക്കിയേ, റെഡ് ലെറ്റർ ഡേ മീൻസ് ഡാഷ്. ഇഡിയോവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് കിടക്കുന്നത്. എ ബാഡ് ഡേ, എ മെമ്മറബിൾ ഡേ, എ ഹോളി ഡേ, എ സാഡ് ഡേ. ഇപ്പോൾ റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നിങ്ങൾ ഓർക്കുക, കലണ്ടറിലുള്ള ചുമന്ന അക്ഷരം ദിവസങ്ങൾ, ചുമന്ന അക്ഷരത്തിലുള്ള ദിവസങ്ങൾ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു അല്ലേ? കാരണം സ്കൂളിൽ പോണ്ട. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇമ്പോർട്ടൻ്റ് ഡേ അല്ലെങ്കിൽ മെമ്മറബിൾ ഡേ അല്ലെങ്കിൽ ഹാപ്പി ഡേ. ഇപ്പോൾ റെഡ് ലെറ്റർ ഡേക്ക് മൂന്നർത്ഥം ഏതാ? ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാം, മെമ്മറബിൾ ഡേ എന്ന് പറയാം, ഹാപ്പി ഡേ എന്ന് പറയാം. നോക്കിയേ, കളറുമായി ബന്ധപ്പെട്ട ഒരു ഇഡിയോണ് ചോദിച്ചു. അപ്പോൾ നമുക്ക് കളറുമായി ബന്ധപ്പെടുത്തി PSC ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഇഡിയംസ് ഒന്ന് പഠിച്ചു കഴിയാം, അല്ലെങ്കിൽ പഠിച്ചു തീർക്കാം. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു പോണേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ടൻ്റ് ഡേ, ഹാപ്പി ഡേ, അതുപോലെ മെമ്മറബിൾ ഡേ എന്നും പറയാം. ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാം, ഹാപ്പി ഡേ എന്ന് പറയാം, മെമ്മറബിൾ ഡേ. എന്നാൽ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചു എന്ന് പറയില്ലേ? സ്ട്രിക്റ്റ് വാർണിംഗ് എന്നാണ്. റെഡ് അലേർട്ട് സ്ട്രിക്റ്റ് വാർണിംഗ് എന്നാണ്. റെഡ് അലേർട്ട് മീൻസ് സ്ട്രിക്റ്റ് വാർണിംഗ്. അതേപോലെ ടു സീ റെഡ്. ഇപ്പൊ ഞാൻ നിങ്ങളെ മുഖത്ത് നോക്കി എന്തോ പറഞ്ഞു, നിങ്ങളുടെ മുഖം കയറി അങ്ങ് ചുമന്നു. അതിന്റെ അർത്ഥം എന്താ? ദേഷ്യം വന്നല്ലേ? ബിക്കം ആംഗ്രി എന്നാണ്. ടു സീ റെഡ് മീൻസ് ബിക്കം ആംഗ്രി. ഇപ്പൊ 3 ഇഡിയംസ് പറഞ്ഞേ: റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് അലേർട്ട് സ്ട്രിക്റ്റ് വാർണിംഗ്, ടു സീ റെഡ്, ബിക്കം ആംഗ്രി. അതുപോലെ റെഡിങ്. റെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് എന്നാണ് കേട്ടോ, കടം എന്നാണ് കേട്ടോ. റെഡിങ് ഡെപ്റ്റ്. ഇന്ത്യ റെഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഡെപ്റ്റ് എന്നാണ് കേട്ടോ. ഇന്ത്യ റെഡ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ഡെപ്റ്റ്. ഇനി റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞാലോ, കാർപ്പറ്റ് തറവിരി എന്നാണ്. ഇപ്പൊ രാജകൊട്ടാരത്തിലൊക്കെ തറവിരിയിട്ട് കണ്ടിട്ടുണ്ടോ? റെഡ് കാർപ്പറ്റ്. ഗ്രാൻഡ് വെൽക്കം എന്നാണ് കേട്ടോ. റെഡ് കാർപ്പറ്റ് ഗ്രാൻഡ് വെൽക്കം. റെഡ് കാർപ്പറ്റ് ഗ്രാൻഡ് വെൽക്കം അല്ലെങ്കിൽ വാം വെൽക്കം എന്നാണ്. ഇനി ഇതേപോലെ റെഡ് ടേപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ? റെഡ് ടേപ്പിസം ഒഫീഷ്യൽ ഡിലേ എന്നാണ് കേട്ടോ. കാലതാമസം, ഒഫീഷ്യൽ ഡിലേ. ഇപ്പൊ ഒന്ന് പറഞ്ഞ റെഡുമായിട്ട് ബന്ധപ്പെട്ടത്: റെഡ് ലെറ്റർ ഡേ, ഇമ്പോർട്ടൻ്റ് ഡേ, മെമ്മറബിൾ ഡേ, ഹാപ്പി ഡേ. റെഡ് അലേർട്ട് സ്ട്രിക്റ്റ് വാർണിംഗ്, ടു സീ റെഡ്, ബിക്കം ആംഗ്രി. റെഡ് ഇങ്ക്, റെഡ് ഇങ്ക് ഡെപ്റ്റ്. ഇന്ത്യ റെഡ് ഡെപ്റ്റ്. റെഡ് കാർപ്പറ്റ് വാം വെൽക്കം. റെഡ് ടേപ്പിസം ഒഫീഷ്യൽ ഡിലേ. അതുപോലെ ടു പെയിന്റ് ദ ടൗൺ റെഡ്. നമ്മളൊക്കെ വീടൊക്കെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കില്ലേ, കല്യാണം ആയെന്നൊക്കെ ചോദിക്കില്ലേ? ആൾക്കാരുടെ ചിന്ത സെലിബ്രേറ്റ് ചെയ്യാനാണെന്നാണ് കേട്ടോ. അപ്പോൾ ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ സെലിബ്രേറ്റ്. ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെലിബ്രേറ്റ്. ഇനി വൈറ്റ് എലിഫന്റ്. വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ അവസ്ഥ വീട്ടിൽ ആലോചിക്കണം കേട്ടോ. വീട്ടുകാർ നമ്മളെ കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയുന്നു എന്ന് ഓർത്താൽ മതി. വൈറ്റ് എലിഫന്റ് ആണ് എന്ന് പറഞ്ഞാൽ റെയർ ആണ്, യൂസ്ലെസ്, വലിയ ഉപയോഗമൊന്നുമില്ല. ഇനി ഹൈ മെയിൻ്റെനൻസ്, തീറ്റിക്കൊട്ട് കുറവുമില്ല. അപ്പോൾ റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. ഇപ്പോൾ വൈറ്റ് എലിഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ്. എന്നാൽ പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞാലോ, ഡ്രഗ് അഡിക്റ്റ് എന്നാണ് കേട്ടോ. പിങ്ക് എലിഫന്റ് ഡ്രഗ് അഡിക്റ്റ്. പിങ്ക് എലിഫന്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഡ്രഗ് അഡിക്റ്റ് എന്നാണ് കേട്ടോ. പിങ്ക് എലിഫന്റ് ഡ്രഗ് അഡിക്റ്റ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ: ടു പെയിന്റ് ദ ടൗൺ റെഡ്, സെലിബ്രേറ്റ്. വൈറ്റ് എലിഫന്റ് റെയർ, യൂസ്ലെസ്, ഹൈ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ വെരി എക്സ്പെൻസീവ്. ഹൈ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാലും മതി. പിങ്ക് എലിഫന്റ് ഡ്രഗ് അഡിക്റ്റ്. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡിലാണ് വെളുത്ത ചോക്ക് കൊണ്ട് എഴുതിയിരുന്നത്. വളരെ എഴുതാനല്ലേ ഉപയോഗിച്ചത്, വളരെ ബ്രൈറ്റ് ആയിട്ട് എഴുതാൻ. അത് തന്നെയാണ് റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. എന്നാൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാലോ, സെവറൽ ടൈംസ് എന്ന് പറയാം. ഫ്രം ഡിസ്കളേർഡ് ഫ്രം എ എന്ത് ചെയ്യുന്നൂടെ ഹിറ്റ് ഓൺ ആക്സിഡന്റ് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ സെവറൽ ടൈംസ്, പല തവണ എന്നാണ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ സെവറൽ ടൈംസ്. ഡിസ്കളേർഡ് രൂപം, ഡിസ്കളേർഡ് ഫോം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നൂടെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ എന്ത് ചെയ്യും, കൈയൊക്കെ എന്ത് ചെയ്യുന്നൂടെ മുറിഞ്ഞു വാരിയിരിക്കില്ലേ? അത് തന്നെ ഡിസ്കളേർഡ് ഫോം ഓഫ് ഹിറ്റ് ഓൺ ആൻ ആക്സിഡന്റ്. അപ്പൊ അതേപോലെ ഇനി ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോയൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. ഒന്ന് പറഞ്ഞേ: ടു പെയിന്റ് ദ ടൗൺ റെഡ്, സെലിബ്രേറ്റ്.
വൈറ്റ് എലിഫൻറ്റ് റെയർ യൂസ്ലെസ് ഹൈ മെയിൻ്റെനൻസ്. പിങ്ക് എലിഫൻറ്റ് ഡ്രഗ് അഡിക്റ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിട്ടേൺ ഫോം അല്ലെങ്കിൽ വെരി ബ്രൈറ്റ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ സെവറൽ ടൈംസ് അല്ലെങ്കിൽ ഡിസ്കളേർഡ് ഫ്രം എ ഹിറ്റ് ഓൺ ആക്സിഡൻറ്റ്. ബ്ലൂ ബ്ലഡ് റോയൽ ഫാമിലി മെമ്പേഴ്സ്. അടുത്ത് നോക്കിയേ, ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ് എന്നാണ് കേട്ടോ. ഫീൽ ബ്ലൂ മീൻസ് ബിക്കം സാഡ്, സങ്കടപ്പെടുക എന്നാണ്. എന്നാൽ എന്ത് ചെയ്യും, ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാലോ റയർ ഇവന്റ് എന്നാണ്. ബ്ലൂ മൂണ് റയർ ഇവന്റ്. ബ്ലൂ മൂൺ മീൻസ് റയർ ഇവന്റ്. ഔട്ട് ഓഫ് ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ്. ഔട്ട് ഓഫ് ബ്ലൂ അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ്, അപ്രതീക്ഷിതമായി. മൂന്നെണ്ണം പറഞ്ഞേ, ഫീൽ ബ്ലൂ, ബിക്കം സാഡ്, ബ്ലൂ മൂണ് റയർ ഇവന്റ്, ഔട്ട് ഓഫ് ബ്ലൂ അൺഎക്സ്പെക്റ്റഡ്. എന്നാൽ ബ്ലൂ, ട്രൂ ബ്ലൂ എന്ന് പറഞ്ഞാലോ ലോയൽ പേഴ്സൺ എന്നാണ് കേട്ടോ. ട്രൂ ബ്ലൂ മീൻസ് ലോയൽ, വിശ്വസ്തനായിട്ടുള്ള ആൾക്കാർ, ലോയൽ പേഴ്സൺസ് എന്നാണ്. ട്രൂ ബ്ലൂ മീൻസ് ലോയൽ പേഴ്സൺ. ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിംഗ് എന്നാണ്. ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിംഗ്. ബ്രൗൺ സ്റ്റഡി മീൻസ് ഡേ ഡ്രീമിംഗ്, പകൽക്കിനാവ് കാണുക. എന്നാൽ ഗ്രീൻ ലൈറ്റ് ആണെങ്കിലാ, നമ്മൾ ട്രാഫിക്കിലേക്ക് നിൽക്കുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് കാണിക്കില്ലേ, അലോ പെർമിഷൻ എന്നാട്ടോ. ഗ്രീൻ ലൈറ്റ് അലോ പെർമിഷൻ. ഗ്രീൻ ലൈറ്റ് മീൻസ് അലോ പെർമിഷൻ. ഓക്കെ, അടുത്ത് നോക്കിയേ, ഗ്രീൻ തമ്പാണെങ്കിലാ സ്കിൽ അറ്റ് ഗാർഡനിങ് എന്നാട്ടോ. സ്കിൽ അറ്റ് ഗാർഡനിങ് അല്ലെങ്കിൽ വൺ ഹു ഡിവോട്ടഡ് ടു കൾട്ടിവേഷൻ, കൃഷിയിലേക്കൊക്കെ തിരിയുക. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഫീൽ ബ്ലൂ, ബിക്കം സാഡ്, ബ്ലൂ മൂണ് റയർ ഇവന്റ്, ഔട്ട് ഓഫ് ബ്ലൂ അൺഎക്സ്പെക്റ്റഡ്ലി, ബ്ലൂ ട്രൂ ബ്ലൂ ലോയൽ പേഴ്സൺ, ബ്രൗൺ സ്റ്റഡി ഡേ ഡ്രീമിങ്, ഗ്രീൻ ലൈറ്റ് പെർമിഷൻ അല്ലെങ്കിൽ അലോ പെർമിഷൻ, ഗ്രീൻ തമ്പ്, സ്കിൽ അറ്റ് ഗാർഡനിങ്. എന്നാൽ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാലോ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ അന്ന് പഠിച്ചോണം, ചോദിച്ച ക്വസ്റ്റ്യനാ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാലോ, ബോൾട്ട് ഫ്രം ദ ബ്ലൂ, ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ് കേട്ടോ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, അൺഎക്സ്പെക്റ്റഡ്, സെയിം മീനിങ്, അൺഎക്സ്പെക്റ്റഡ് എന്നാണ് കേട്ടോ. എന്നാൽ ഗ്രീൻ ഹോൺ മീൻസ് ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ എന്നാണ്. ഗ്രീൻ ഹോണ് ഇൻഎക്സ്പീരിയൻസ്ഡ് പീപ്പിൾ, പരിചയ സമ്പത്തില്ലാത്ത ആൾക്കാർ. അടുത്ത് നോക്കിയേ, ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പോർട്ടൻ്റ് റൂൾ എന്നാണ് കേട്ടോ. ഗോൾഡൻ റൂള് ഇമ്പോർട്ടൻ്റ് റൂൾ. എന്നാൽ ഗോൾഡൻ എന്ത് ചെയ്യുന്നു, റൂള് ഇമ്പോർട്ടൻ്റ് റൂള്. എന്നാൽ ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ, പെർഫെക്റ്റ് ചാൻസ് എന്നാണ് കേട്ടോ. ഗോൾഡൻ ചാൻസ് പെർഫെക്റ്റ് ചാൻസ് എന്നാണ്, അതും കൂടെ ഒന്ന് ഓർമ്മയിലിരിക്കണേ. ഇനി ഗ്രീൻ വിത്ത് എൻവി എന്ന് പറഞ്ഞാൽ എന്താ, ജലസി എന്നാണ് കേട്ടോ. ഗ്രീൻ വിത്ത് എൻവി, ജലസ്, വളരെ അസൂയ ഉള്ളതെന്നാണ്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പെർഫെക്റ്റ് ചാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ഗോൾഡൻ റൂള് ഇമ്പോർട്ടൻ്റ് റൂള്, ഗ്രീൻ വിത്ത് എൻവി ജലസി, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പെർഫെക്റ്റ് ചാൻസ്. ബ്ലാക്ക് ഔട്ട് മീൻസ് ഫെയ്ഡ് എന്നാണ്. ബ്ലാക്ക് ഔട്ട് ഫെയ്ഡ്, മങ്ങുക, ഓർമ്മയൊക്കെ കുറയുക, ബ്ലാക്ക് ഔട്ട് ഫെയ്ഡ്. എന്നാൽ ടു ഷോ വൺസ് റിയൽ കളർ എന്ന് പറഞ്ഞല്ല, റിവീൽ റിയൽ ക്യാരക്ടർ എന്നാണ് കേട്ടോ. തനിനിറം കാണിച്ചു എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, റിവീൽ റിയൽ ക്യാരക്ടർ എന്നാണ് കേട്ടോ. റിവീല് റിയൽ ക്യാരക്ടർ, യഥാർത്ഥ സ്വഭാവം കാണിക്കുക എന്നാണ്. അതുപോലെ ടു ഷോ വൈറ്റ് ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ, ടു ഷോ വൈറ്റ് ഫെതേഴ്സ്, ഷോ കോർഡിനൻസ് എന്നാണ്, ഭീരുത്വം, ഫിയർ, പേടി എന്നാണ്. ടു ഷോ വൈറ്റ് ഫെതേഴ്സ്, ടു ഷോ ഫിയർ എന്നാണ്. ടു ഷോ ഫിയർ അല്ലെങ്കിൽ കവാർഡിനൻസ്, കവാർഡിനൻസ് ഭീരുത്വം എന്നാണ്. കവാർഡിനൻസ് ഭീരുത്വം. ഓക്കെ, അതുപോലെ ടു ബി യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ടു ബി യെല്ലോ കവാർഡിനൻസ് എന്ന് തന്നെയാണ്. ടു ബി യെല്ലോ മീൻസും കവാർഡിനൻസ്, ഫിയർ, പേടി എന്ന് തന്നെയാണ്. ടു ബി യെല്ലോ കവാർഡിനൻസ്. എന്നാൽ ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രേ ഏരിയ, ഗ്രേ ഏരിയ സംതിങ് ദാറ്റ് ഈസ് അൺക്ലിയർ, വ്യക്തതയില്ലാത്തത്. ഗ്രേ ഏരിയ സംതിങ് ദാറ്റ് ഈസ് അൺക്ലിയർ, സംതിങ് ദാറ്റ് ഈസ് അൺക്ലിയർ, അതാണ് ഗ്രേ ഏരിയ എന്ന് പറയുന്നത്. ബ്ലൂ ഐ എന്ന് പറഞ്ഞാലോ, അട്രാക്റ്റീവ് പേഴ്സൺ, പാഠപുസ്തകത്തിലേക്കുള്ളതാണ്. ബ്ലൂ ഐ അട്രാക്റ്റീവ് പേഴ്സൺ എന്നാണ്. ബ്ലൂ ഐ അട്രാക്റ്റീവ് പേഴ്സൺ. ഇപ്പൊ ടു ബി യെല്ലോ, ടു ഷോ കോർഡിനൻസ്, ഗ്രേ ഏരിയ സംതിങ് ദാറ്റ് ഈസ് അൺക്ലിയർ, ബ്ലൂ ഐ അട്രാക്റ്റീവ് പേഴ്സൺ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നോക്കിയത് ഇഡിയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യവും അതും കളറുമായി ബന്ധപ്പെട്ട ഇഡിയമായിരുന്നു. അപ്പോൾ നമ്മൾ കളറുമായി ബന്ധപ്പെടുത്തി ഏകദേശം ഒരു 30-32 ഇഡിയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 2-3 ഞാൻ അല്ലാണ്ട് പറഞ്ഞു തന്നു. എന്നല്ലേ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടിലെ മീനിങ്? റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഷോ ഡേഞ്ചർ എന്നാണ് കേട്ടോ. ഡേഞ്ചർ എന്നാണ് കേട്ടോ. റെഡ് ഫ്ലാഗ് ഡേഞ്ചർ എന്നാണ്. അതും കൂടെ വേണമെങ്കിൽ എഴുതാം. റെഡ് ഫ്ലാഗ് ഡേഞ്ചർ എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.